ടീച്ചിങ് എന്നതിലപ്പുറത്ത് ഇൽമ് കൊടുക്കുക എന്നുള്ളതിലപ്പുറത്ത് ഇബ്നു തൈമീൻ്റെ ഒരു സ്വഭാവവും ജീവിതത്തിൽ അദ്ദേഹം പുലർത്തിയിരുന്ന ഒരു ഇൻറ്റഗ്രിറ്റിയും, അതായത് ഇബാദത്തുകളുടെ വിഷയത്തിൽ സുഹദ്, വറഹ്, തഖ്വ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇബ്നു തൈമീൻ്റെ ഒരു ഇൻറ്റഗ്രിറ്റി, അദ്ദേഹം ജനങ്ങളോട് പെരുമാറിയിരുന്ന ഒരു രീതി, പ്രത്യേകിച്ചും ശിഷ്യന്മാരോട് പെരുമാറിയിരുന്ന ഒരു രീതി, ആ രീതി എനിക്ക് തോന്നുന്നത് ഒരു ഉനൈസ മാജിക് എന്നൊക്കെ പറയാൻ കഴിയുന്ന രീതിയിൽ. കാരണം അവിടെ വരുന്ന കുട്ടികൾ, അവിടെ വരുന്ന സ്റ്റുഡൻസ്, ആ സ്റ്റുഡൻസ് കണ്ട് ക്യാപ്റ്റിവേറ്റഡ് ആവുകയാണ്. അതായത് ഒരിക്കൽ ഇബ്നു തൈമീൻ്റെ ദർസിൽ അദ്ദേഹം വളരെ യുവാവായപ്പോൾ ഇത് തുടങ്ങുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോയി അദ്ദേഹം മരിക്കുന്നത് വരെ ഈ ദർസ് എന്ന് പറയുന്നത് ഒരു തരം ഒരു മാജിക് പോലെയായിരുന്നു. കാരണം ഒരിക്കൽ നിങ്ങളവിടെ പോയി ഇരുന്നാൽ ഇബ്നു തൈമീനുമായിട്ട് എന്തോ ഒരു അത്ഭുതകരമായ മാനസിക ബന്ധം നിങ്ങളിൽ ഉണ്ടായിത്തീരുന്നു. പിന്നെ നിങ്ങൾക്ക് ഡിറ്റാച്ച് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ അത്രയും ഇമോഷണലി നിങ്ങൾ ഷെയ്ഖിനോട് അറ്റാച്ച്ഡ് ആവുന്ന തരത്തിലുള്ള ഒരു കരിസ്മ അത് ഇബ്നു തൈമീൻ ഉണ്ടായിരുന്നു.